സാറ് ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ ഒരു പരിധി വരെ ആക്രമിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഇന്ത്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വെല്ലുവിളിച്ചാണ് അവിടുത്തെ ഒരു പ്രാദേശിക നേതാവ്, വിദ്യാർത്ഥി നേതാവ് രംഗത്തെത്തിയിരിക്കുന്നത്. ഇത് ഗുജറാത്ത് അല്ല, ഇത് ബംഗ്ലാദേശാണ്. മോദിയുടെ കളി ഇങ്ങോട്ട് വേണ്ടെന്നാണ് വെല്ലുവിളിയിൽ പറയുന്നത്. എന്തായാലും ഇത് കേൾക്കുമ്പോൾ ഇനി നരേന്ദ്രമോദി ഓടി ഒളിക്കുമോ? ശരിയാണ്, അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയാണ്. ഇത് ഗുജറാത്ത് അല്ല, ബംഗ്ലാദേശാണെന്ന് പറഞ്ഞു. ഗുജറാത്തിൽ അവിടെ നടന്ന വലിയ ഒരു ആക്രമണത്തിന് പ്രതിക്രിയയായിട്ടാണ്, റിയാക്ഷനായിട്ടാണ് ഗുജറാത്ത് കലാപം ഉണ്ടായത്. അതായത് തീവണ്ടിയിൽ കർസേവകരായിട്ട് പോയി മടങ്ങി വന്ന കുറേ കൂട്ടം ആൾക്കാർ മണ്ണെണ്ണ കത്തിച്ചു കൊല്ലുകയായിരുന്നു. ബംഗ്ലാദേശിൽ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. തികച്ചും സാങ്കല്പികമായിട്ടുള്ള ഒരു കാര്യം ആരോപിച്ചുകൊണ്ട് ദേശീയ പതാകയെ നിന്ദിച്ചു എന്നുള്ള ഒരൊറ്റ കാരണം പറഞ്ഞുകൊണ്ടാണ് അവിടെ കൃഷ്ണ കോൺഷ്യസ് മൂവ്മെൻറ്റ്, അതായത് ഇസ്കോണിൻ്റെ ഒരാളിനെ ലീഗൽ സഹായം പോലും കൊടുക്കാതെ, വക്കീലിനെ പോലും കൊടുക്കാതെ, വക്കാലത്ത് പോലും കൊടുക്കാതെ ജയിലിൽ പൂട്ടിയിട്ടിരിക്കുന്നു. അങ്ങനെ ഒന്ന് അവിടെ സംഭവിച്ചിരുന്നെങ്കിൽ ബംഗ്ലാദേശ് ഭസ്മമായി പോയിനെ. ഇന്ത്യ എന്ന് പറയുന്ന മതേതര രാഷ്ട്രം എന്തും സഹിക്കാൻ കഴിവുള്ള ഒരമ്മയെ പോലെ ഇതിനെതിരെ നടത്തിയ പ്രതികരണം ആയിരുന്നു ഗുജറാത്ത് കലാപം എന്ന് പറയുന്നത്. അത് പലപ്പോഴും ആ സ്പിരിറ്റിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നില്ല പലരും. ആ ഗുജറാത്തിൽ അത് നടന്നതിന് ശേഷം അതിൻ്റെ ആസൂത്രകരിൽ ഒരാൾ എന്ന് സംശയിച്ച അമിത് ഷായെ പിടിച്ചു ജയിലിലിട്ടു. നരേന്ദ്രമോദിയെ മണിക്കൂറുകളോളം ഇവിടുത്തെ CBI ചോദ്യം ചെയ്തു. ഒരുപാട് അന്വേഷണങ്ങൾ, ഒരുപാട് സന്നദ്ധ സംഘടനകൾ തന്നെ ട്രിസ്റ്റ, സിദ്ധൽവാദിൻ്റെയൊക്കെ നേതൃത്വത്തിൽ നിയമ പോരാട്ടങ്ങൾ നടത്തി. വ്യാജ തെളിവുകൾ വരെ സൃഷ്ടിച്ചു മോദിക്കെതിരെ. എന്നിട്ടും ഒരു പരിക്കുമേൽക്കാതെ നിയമത്തിൻ്റെ, സത്യത്തിൻ്റെ, നീതിയുടെ പിൻബലത്തിലാണ്, സംശയങ്ങളെല്ലാം ദൂരീകരിച്ച് അഗ്നിശുദ്ധരായിട്ടാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള അമിത് ഷായും പ്രധാനമന്ത്രിയും പുറത്തു വന്നു. അഗ്നിശുദ്ധരായിട്ട്, സീതയെപ്പോലെ. അതാണ് ഇന്ത്യൻ നിയമവ്യവസ്ഥ, അതാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ശക്തി. ബംഗ്ലാദേശിൽ ഈ കുന്ത്രണ്ടം വല്ലതും ഉണ്ടോ? ജനാധിപത്യമായിട്ട് പരമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രധാനമന്ത്രിയെ അട്ടിമറിച്ച് ഓടിച്ചു, അവരെ കൊല്ലാൻ വേണ്ടി വാളെടുത്തു നിങ്ങൾ ബംഗ്ലാദേശ്. ശരിയാ, നീ ഗുജറാത്ത് അല്ല, ഏതോ കാടൻ രാഷ്ട്രമാണ്. 18ാം നൂറ്റാണ്ടിൻ്റെ ആ ഇരുന്ദ്ര നൂറ്റാണ്ടുകളിൽ കഴിയുന്ന കാടൻ വ്യവസ്ഥിതിയുള്ള രാഷ്ട്രം. അതിന് അധ്യക്ഷത വഹിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ മുഹമ്മദ് യൂനുസ് എന്ന് പറയുന്ന നൊബൽ സമ്മാനം ജേതാവ്. അവിടെ ഈ അക്രമികളുടെ രാഷ്ട്രീയം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലാണെങ്കിൽ അദ്ദേഹത്തെ ഇപ്പൊ ജയിലിൽ പിടിച്ചടച്ചേനെ. നിങ്ങളുടെ രാജ്യത്ത് അത് നടക്കത്തില്ല. അയാൾ ആഹ്ലാദിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാളെ ചോദ്യം ചെയ്യാൻ പോലും ആരില്ല. പകരം ഹിന്ദുക്കളായിട്ടുള്ളവരെ, ക്രിസ്ത്യാനികളായിട്ടുള്ളവരെ, അതുപോലെ തന്നെ ബുദ്ധമതക്കാരായിട്ടുള്ളവരെ, ആയിട്ടുള്ളവരെ നിങ്ങൾ പിടിച്ച് ജയിലിലിടുകയും ആക്രമിക്കുകയും ചെയ്യുന്നു. തേർവാഴ്ച നടത്തുന്നു. ഇതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ രാജ്യം എങ്ങനെ ഗുജറാത്ത് എന്നുള്ള പേര് ഉച്ചരിക്കാൻ നിങ്ങൾക്ക് അർഹതയുടെ? മോദിയെ വെല്ലുവിളിച്ചത് കൊണ്ട് ഇനി പ്രിയങ്ക ഗാന്ധി ഈ വെല്ലുവിളിച്ച ആളെ ഫോട്ടോയും വെച്ചൊരു ബാഗ് കൊണ്ട് വരുമോ പാർലമെന്റിൽ? അതെ, വെല്ലുവിളിച്ചുകൊണ്ട് വരാൻ നിങ്ങളുടെ രാജ്യത്ത് ആർക്കെങ്കിലും കഴിയുമോ? ഞങ്ങളുടെ രാജ്യത്ത് അത് കഴിയും. ഞങ്ങൾക്ക് അഭിമാനമുണ്ട് ഗുജറാത്തിനെ പറ്റിയും. ആ ഗുജറാത്തിനെ പറ്റിയും ഞങ്ങൾ ഇന്ന് അഭിമാനിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വികസിതമായ രാജ്യങ്ങളോട് ഒപ്പം നിൽക്കുന്ന സൗകര്യങ്ങളുള്ള സംസ്ഥാനമാണ് ഗുജറാത്ത്. ഞങ്ങളതിൽ അഭിമാനിക്കുന്നു. നിങ്ങൾ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് ജനാധിപത്യം പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ഈ മത തീവ്രവാദവും കലഹങ്ങളും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ജനാധിപത്യം എന്താണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല. കുരങ്ങിന്റെ കയ്യിൽ കിട്ടിയ പൂമാല പോലെ നിങ്ങൾ അവിടുത്തെ ജനാധിപത്യം നശിപ്പിച്ചു. മുജിബുർ റഹ്മാന്റെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ സഹായത്തോടു കൂടി അവിടെ ആധിപത്യം സ്ഥാപിച്ച ജനാധിപത്യത്തെ നിങ്ങൾ കുരങ്ങ് പൂമാല എന്നതുപോലെ പിച്ച് ചിന്തി തകരാറിലാക്കി. എന്നിട്ട് ഗുജറാത്ത് അല്ല ഇത്. വിവരം വേണം, വിവരം. തലയ്ക്കകത്ത് ആൾതാമസമില്ലെങ്കിൽ നിങ്ങൾ അന്വേഷിച്ച് നോക്കൂ. എങ്ങനെയാണ് ലോക ഭാഷാ ദിനം ആചരിക്കുന്നത്? എന്തിന്റെ പേരിലാണ്? ധാക്ക യൂണിവേഴ്സിറ്റിയിൽ ഉറുദുവിനെതിരെ ബംഗാളി ഭാഷ വേണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രക്ഷോഭം നടത്തിയ വിദ്യാർത്ഥികളുടെ ആത്മാഹുതിയല്ല, ഹത്യ, നിഷ്ഠുരമായി കൊല ചെയ്ത പാകിസ്ഥാൻ
പട്ടാളത്തിന് നേരെയുള്ള പ്രതിഷേധ ദിനമാണ് അവനവന്റെ ഭാഷാ ദിനം. സ്വാഭിമാന ദിനമായിട്ട്, സ്വഭാഷാ ദിനമായിട്ട് ആചരിക്കുന്നത് ലോകമെമ്പാടും. അതിന് ആ ഡാക്ക യൂണിവേഴ്സിറ്റികളിലെ വിദ്യാർത്ഥികളുടെ സ്വാതന്ത്ര്യ ബോധവും ഭാഷാബോധവുമാണ് നിദാനമായിട്ടുള്ളത്. ഇത് വല്ലതും താങ്കൾ പഠിച്ചിട്ടുണ്ടോ? താങ്കൾ ഗുജറാത്താണ്. ഞങ്ങൾ അഭിമാനിക്കുന്നു, ഇത് ബംഗ്ലാദേശ് അല്ല, ഇത് ഇന്ത്യയാണ്. ജനാധിപത്യവും ജുഡീഷ്യറിയും കൊടികുത്തി വാഴുന്ന ഇന്ത്യയാണ്. മതവെറിക്ക് സ്ഥാനമില്ലാത്ത ഇന്ത്യയാണ്. എല്ലാ മതങ്ങളെയും തുല്യമായി കാണുന്ന, സർവമത സാഹോദര്യം പുലർത്തുന്ന ഇന്ത്യയാണ്. തുറന്ന ചർച്ചകൾക്ക് വേദിയുള്ള പാർലമെന്റുള്ള ഇന്ത്യയാണ്. നിങ്ങളുടെ രാജ്യത്തിന് ഇത് എന്തെങ്കിലും? ഇന്ത്യ ഇപ്പോൾ അമിതമായി തന്നെ അവർ പ്രകോപിപ്പിക്കുന്നുണ്ടല്ലോ. ഇന്ത്യ ആ കുഴിയിൽ വീഴുമോ? ഇന്ത്യ അല്ല, ഇപ്പൊ ബംഗ്ലാദേശ് കുഴിയിൽ വീണുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ അവസാനമായി കഴിഞ്ഞു. ട്രംപ് അവിടെ ആരംഭിക്കുമ്പോൾ ബംഗ്ലാദേശിന്റെ അവസാനം ഇവിടെ കുറിക്കും. ഇപ്പൊ തന്നെ അരക്കൻ സേന എന്ന് പറയുന്ന ഒരു സേന അപ്പോൾ അവിടുത്തെ ടെക്നാക്ക് എന്ന് പറയുന്ന സ്ഥലം പിടിച്ചടക്കി കഴിഞ്ഞു. ഇതിനോടകം തന്നെ പോയി കഴിഞ്ഞു. മിണ്ടാൻ വയ്യാതിരിക്കുകയാണ് മുഹമ്മദ് യൂനിസ്. അവിടെ പിടിച്ചടക്കി. അരക്കൻ സേന എന്ന് പറയുന്ന സേന ബുദ്ധമതത്തെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള സേനയാണ്. ബുദ്ധമതക്കാർക്ക് നേരെ ആക്രമണം നടന്നപ്പോൾ ചൈനയിൽ നിന്ന് ബർമ അതിർത്തിയിലൂടെ അവർ ചിറ്റഗോങ്ങിലെത്തി. ചിറ്റഗോങ്ങിലെ ഒരു ടെക്കനാക്ക് എന്ന് പറയുന്ന പ്രദേശം അവർ കൈയടക്കി കഴിഞ്ഞു. ജനകീയ സേനയാണ്. നമ്മുടെ മുക്തി ബാഹിനി പോലെ ബുദ്ധന്മാർ എവിടെ ആക്രമിക്കപ്പെടുന്നുണ്ടോ അവിടെ അവരെ സംരക്ഷിക്കാൻ വേണ്ടി വരുന്ന ശാന്തി സേനയാണ്. അവർ പിടിച്ചടക്കി കഴിഞ്ഞു. മിണ്ടാതിരിക്കുകയാണ് നാണക്കേട് കൊണ്ട് മുഹമ്മദ് യൂനിസ്. ഇനിയിപ്പോൾ ചൈനയുടെ പിന്തുണ അവർക്കുണ്ട്, ഇന്ത്യയുടെ പരോക്ഷമായ പിന്തുണയുണ്ട്. ഇനിയിപ്പോൾ മതസ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിൽ അധികാരത്തിൽ വരുന്നതോടുകൂടി മുഹമ്മദ് യൂനുസിനെ പുഷ്പം പോലെ അവിടുന്ന് തൂത്തെറിയിക്കും. മിക്കവാറും ഷെയ്ഖ് ഹസീന അവിടെ വീണ്ടും തെരഞ്ഞെടുത്ത പ്രധാനമന്ത്രിയായിട്ട് അവിടെ വരും. നിങ്ങളുടെ ഈ ഇതുണ്ടല്ലോ, വലിയ വായിൽ പറയുന്ന വർത്തമാനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇല്ലാതാകും. ജനാധിപത്യം ഒരിക്കൽ കൂടി അവിടെ കൊടികുത്തി വാഴും. അല്ലെങ്കിൽ നിങ്ങൾ മറ്റൊരു പലസ്തീനായിട്ട് അവിടെ കിടക്കും. തകർന്ന് തരിപ്പണമായ ഒരു രാഷ്ട്രമായിട്ട് അവിടെ കിടക്കും. അയൽ രാജ്യത്തിനെ കുറ്റം പറഞ്ഞുകൊണ്ടും അവർക്ക് നേരെയുള്ള ചുവർമാന്തലുകൾ നടത്തിക്കൊണ്ടും സ്വയം നശിക്കുന്ന ഒരു പ്രദേശമായിട്ട് നിങ്ങൾ മാറും. അതാണ് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത്. ഇറാഖിനൊക്കെ സംഭവിച്ചതുപോലെ, ഇപ്പോൾ സിറിയയ്ക്ക് സംഭവിച്ചതുപോലെ ഒരു ചരിത്രമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അങ്ങനെ ആയിക്കോളും. ഇന്ത്യക്കൊരു പ്രശ്നമില്ല. ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി തന്നെ തുടരും. ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഈ ക്ഷുദ്രജീവി ഇന്ത്യക്ക് ഒരു തരത്തിലുള്ള ഭീഷണി ഉണ്ടാക്കാൻ പോകുന്നില്ല. നന്നാവണമെങ്കിൽ ഇന്ത്യ സഹായിക്കും. അതല്ല, നശിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം നശിച്ചോളൂ. ഇന്ത്യ അതിൽ പങ്കാളിയാവുകയില്ല എന്ന് മാത്രമേ ഈ വിവരം കെട്ട വിദ്യാർത്ഥിയോട്, ഇത് ഗുജറാത്ത് അല്ല എന്ന് പറഞ്ഞ വിദ്യാർത്ഥിയോട് ഞാൻ പറയുന്നുള്ളൂ. ഇപ്പോഴും സൗഹൃദ ഹസ്തത്തോടു കൂടി പറയുന്നു, ഗുജറാത്ത് വന്ന് കാണൂ. എന്താണ് ഗുജറാത്ത് എന്ന്? അന്ന് ഗോത്ര കലാപത്തിന് ശേഷം ഗുജറാത്ത് കലാപം പ്രതിക്രിയയായിട്ട് റിയാക്ഷനായിട്ടുണ്ടായ സമയം ഞാൻ ഗുജറാത്ത് സന്ദർശിച്ചയാളാണ്. അവിടെ പ്രധാനപ്പെട്ട ഗോദ്ര സ്റ്റേഷനിൽ തന്നെ ചായക്കടയിട്ട് നടക്കുന്ന ഒരാളിനോട് ഞാൻ ചായ കുടിച്ചുകൊണ്ട് ഞാൻ ചോദിച്ചു, ഞങ്ങളുടെ പേര് റഹ്മാൻ എന്നാണ്. ഞാൻ റഹ്മാനോട് തുറന്നു ചോദിച്ചു, ഒരു പത്രപ്രവർത്തകനായിട്ടല്ല, വെറും ഒരു ചായ കുടിക്കുന്ന ആളെന്നുള്ള നിലയിൽ ചോദിച്ചു, നിങ്ങളിവിടെ ഹാപ്പിയോ? ഞങ്ങൾക്കിവിടെ യാതൊരു പ്രശ്നങ്ങളുമില്ല സാറേ, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവർക്ക് മാത്രമേ പ്രശ്നമുള്ളൂ എന്ന് ഹിന്ദിയിൽ അദ്ദേഹത്തിനുള്ളൂ. അതാണ് ഗുജറാത്ത്. നിങ്ങൾ അവിടെ പോയി ചോദിച്ചു നോക്കൂ, ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവിടുത്തെ മുസ്ലിങ്ങൾ ഹാപ്പിയാണ്. നിങ്ങളുടെ നാട്ടിലെ ഹിന്ദുക്കളെ പോലെ, ബുദ്ധന്മാരെ പോലെ, ജൈനന്മാരെ പോലെ, സിഖുകാരെ പോലെ ദുഃഖിതരല്ല. നിങ്ങൾ വന്ന് അന്വേഷിച്ചു നോക്കൂ. അല്പം വിവരം ഉണ്ടാവട്ടെ തലയ്ക്കകത്ത്. ഇതേ പ്രാർത്ഥിക്കുന്നു. എന്തായാലും അവിടെ ഇങ്ങനെ നിരന്തരം അക്രമങ്ങൾ വർദ്ധിക്കുമ്പോൾ ആ സർക്കാർ എന്തായിരിക്കും മൗനം പാലിക്കുക? സർക്കാർ ജമാഅത്തെ ഇസ്ലാമിയുടെ ആളല്ലേ അവിടെ ഭരിക്കുന്നത്. അവിടെ ഈ ഇപ്പം മനസ്സിലായി, പല ഫ്രോഡുകൾക്കും നൊബേൽ സമ്മാനം കിട്ടാൻ സാധ്യതയുണ്ട്. മഹാത്മാഗാന്ധിക്ക് അത് കൊടുത്തില്ല. അത് നൊബേൽ സമ്മാനം തന്നെ ഫ്രോഡാണെന്നല്ലേ എൻ്റെ അർത്ഥം. അപ്പം അങ്ങനെ ഒരു ഫ്രോഡിനെയാണ് വെച്ചിരിക്കുന്നത്. രാഷ്ട്രങ്ങൾ തമ്മിൽ കലഹം ഉണ്ടാക്കാൻ, മതങ്ങൾ തമ്മിൽ കലഹം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരാൾക്ക് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും നിഷ്ഠുരമായിട്ടുള്ള കാര്യമാണ്. അദ്ദേഹത്തിന് സമാധാനത്തിനുള്ള, മതവെറിക്കുള്ള സമ്മാനമാണ്. ജമാഅത്തെ ഇസ്ലാമിയെ ഇത്രയും പ്രോത്സാഹിക്കുന്ന, ലോകം മുഴുവൻ മുസ്ലിങ്ങൾ ഒരു മതം മാത്രം മതി എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ആളിനെ അദ്ദേഹം ഇറ്റ് ഈസ് ഡെവിൾസ് അഡ്വക്കേറ്റ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.